ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ്. 1.5 കിലോ ചെമ്മീന് 3 ഗ്ലാസ് റൈസ്. ഇങ്ങനെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബിരിയാണിക്ക് ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി വൃത്തിയാക്കുന്ന രീതി ഇങ്ങനെയാണ്. തലയുടെ പകുതി ഭാഗം മുറിച്ച് കളഞ്ഞ്, വാലിൻ്റെ പകുതി മുറിച്ച് കളഞ്ഞ്, നടുവേ എന്ന് മാത്രമേ തൊലി ഉരിഞ്ഞു മാറ്റുന്നുള്ളൂ. ഇങ്ങനെ വെച്ച് വറുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെ കാണാമേ. ഫ്രൈയിങ് സ്റ്റേജിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഈ വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. തലഭാഗവും പാലും നല്ലൊരു ഓറഞ്ച് നിറം, നടുഭാഗം ലൈറ്റ് ഓറഞ്ചായി. പ്രത്യേകിച്ച് ചെമ്മീൻ ശരിയാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തലഭാഗത്തു നിന്നുള്ള ഒരു നരമ്പും അതേപോലെ നടുഭാഗത്തു നിന്നുള്ള നരമ്പും മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതേപോലെ ഒരു ചെറിയൊരു പോർഷൻ ഈ വീഡിയോ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അത് ഞാൻ പറഞ്ഞു തരാമേ. മസാലക്കൂട്ടിനായി ചിക്കൻ മസാലപ്പൊടി 1 സ്പൂൺ, പെരിഞ്ചീരകം 1 സ്പൂൺ, കുരുമുളക് 2 സ്പൂൺ, മഞ്ഞൾ പൊടി, ചെറിയ തോതിൽ ഇത്തിരി മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി മുളക് കറി വെക്കുമ്പോൾ നമുക്ക് അതിൽ ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ്, അല്പം വിനാഗിരി, ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടി കോൺഫ്ലവർ പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാരിപ്പരട്ടി പൊത്തി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അത് നമ്മുടെ ആവശ്യം പോലെ കേട്ടോ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. റൈസിനേക്കുള്ള സവാള, പട്ട, കറിയാമ്പ്, ഏലക്ക, അതേപോലെ പട്ടയില, ഒരു ക്യാരറ്റ് വലിയൊക്കെ എടുത്തിട്ടുണ്ട്. ബട്ടറാണ് ഞാൻ ഇതിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ട, കറിയാമ്പ്, ഏലക്ക, പട്ടയില, കുരുമുളക് എന്നിവ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമേ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആണേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളക്കൂട്ടുകൾ, അതാണ് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. അത് നല്ലൊന്ന് ഫ്രൈ ചെയ്ത് സവാള ഒരു ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാള ഒന്ന് ഉടയാൻ വേണ്ടി അല്പം ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കാവുന്നതാണ്. ഇത് പ്രോസസ്സിങ് പെട്ടെന്ന് നടക്കുകയെ. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതും ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് ക്യാരറ്റ് ഒന്ന് വാട്ടിയെടുക്കാമേ. വാർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചു കൊടുക്കണമേ. അരി മൊരിഞ്ഞ് കിട്ടുന്നത് നല്ലതാണ്. വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകാതെ നമുക്ക് എടുക്കാൻ പെട്ടെന്ന് ഈസിയാണേ. അളവ് പണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 1 ഗ്ലാസ്സിന് 1.25 രീതിയിൽ. അതേപോലെ എത്ര ഗ്ലാസ് നമ്മൾ എടുക്കുന്നോ ആ ഓരോ ഗ്ലാസിൻ്റെ 1.25 രീതിയിൽ വെള്ളം എടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്ത് അല്പം നാരങ്ങ നീരും ഒഴിച്ച് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. 10-15 മിനിറ്റ് മതിയാമേ. വെള്ളം ഒഴിച്ച വെള്ളത്തിന് മീതെ റൈസ് വന്ന് പൊന്തി നിന്ന് കഴിഞ്ഞാൽ ഒന്ന് അല്പം ഇളക്കി ഫ്ലെയിം ഓഫ് ആക്കിയിടുമേ. ഇനി കറികളിലേക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചട്ടിയിൽ നിരത്തി കൊടുക്കുക. ഡീപ് ഫ്രൈ ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ലേ. ഡീപ് ഫ്രൈ ചെയ്താൽ നമ്മുടെ കുഞ്ഞുമക്കൾ അത് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹാർഡായി പോവും. അതുകൊണ്ട് ഒരു സൈഡ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയുള്ള ചെമ്മീനും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കറിയിലേക്ക് 4 സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 4 സവാള, 3 തക്കാളി, ആവശ്യത്തിന് പച്ചമുളക് കൂടുതൽ എടുക്കുന്നുണ്ട്. ബിരിയാണികൾക്ക് പച്ചമുളക് ഒരു പ്രത്യേക ഫ്ലേവർ നൽകും. ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂട്ടിച്ചേർത്ത് ഇതിലേക്ക് ചിക്കൻ മസാല, പെരിഞ്ചീരകം, മഞ്ഞൾ, കുരുമുളക്, മുരിഞ്ഞിട്ടിയ മസാലയിലേക്ക് 3 തക്കാളിയും ചേർത്ത് നല്ലപോലെ ഉടച്ചെടുക്കണമേ. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. 4-5 കാഷ്നട്ടോ, ആവശ്യത്തിന് തൈര്, കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് നല്ലപോലെ ഫൈൻ രൂപത്തിലാക്കി അതും ചേർത്ത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം മാത്രം വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കോരി വെച്ച് ഒരു 15 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുക, സെർവ് ചെയ്യുക. ഈ പാത്രത്തിലേക്ക് ചെമ്മീനെടുത്ത് നല്ലപോലെ ഡെക്കോ ചെയ്ത് മീതെ അല്പം ചോറിട്ട് ഒന്ന് പൊത്തി ഒരു മല്ലിച്ചപ്പ് അതിൻ്റെ പൊക്കത്ത് വെച്ച് ഒന്ന് സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.